നമസ്കാരം. യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലോസിൻ്റെ അഭിപ്രായത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി സൂക്ഷിച്ചു വേണമായിരുന്നെന്നാണ് നമ്മുടെ കണിച്ചുകുളങ്ങര തമ്പുരാൻ പറയുന്നത്. അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായം. ഒഴിവാക്കാമായിരുന്ന ഭാഷയാണ് ഉപയോഗിച്ചത്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്കുള്ള പരാമർശം ശരിയല്ല. പിണറായി വിജയൻ്റെ ചോര കുടിക്കാൻ ഒരുപാട് പേരുണ്ട്. സാധാരണക്കാരൻ്റെ ഭാഷയിലാണ് പിണറായി മറുപടി പറഞ്ഞത്. പിണറായിയുടെ ശൈലി അതാണ്. തകഴിയുടെ ഭാഷയിൽ സാഹിത്യം ചേർത്ത് പറയാൻ പിണറായിക്ക് അറിയില്ല. അപ്പോൾ നമ്മുടെ വെള്ളാപ്പള്ളിക്ക് തകഴിയുടെ സാഹിത്യമൊക്കെ നന്നായിട്ട് അറിയാം. കാരണം ഏതാണ്ട് തൊട്ടടുത്താണല്ലോ തകഴിയുടെ സ്ഥലവും. ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, പിന്നാക്ക വിഭാഗങ്ങൾ LDFിൽ നിന്ന് അകന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFിൻ്റെ തോൽവിക്ക് കാരണമാണ്. പിന്നാക്ക വിഭാഗങ്ങളോടുള്ള അവഗണനയും വിവേചനവും പരാജയത്തിന് കാരണമായിട്ടുണ്ട്. LDFിൻ്റെ അടിത്തറ ഈഴവ പിന്നാക്ക വിഭാഗങ്ങളാണ്. അവരുടെ ചോരയും നീരുമാണ് ഇടതുപക്ഷം. അവരെ മറന്നാണ് LDF മുസ്ലിം പ്രീണനം നടത്തുന്നത്. ഫലം വന്നപ്പോൾ കാന്തപുരം പോലും സഹായിച്ചില്ലെന്ന് തെളിഞ്ഞു. എവിടെ പരാജയപ്പെട്ടാലും ആലപ്പുഴയിൽ LDF തോൽക്കരുതായിരുന്നു. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി നിർണയം തന്നെ പാളി. ആരിഫിന് ജയസാധ്യതയില്ലെന്ന് ഞാൻ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് CPM സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ആരിഫിനെ നിർത്തരുതായിരുന്നു. പാർട്ടി അണികൾക്ക് പോലും ആരിഫ് സ്വീകാര്യനല്ലായിരുന്നു. ആരിഫിന് ഉന്നത സ്വാധീനം കാണും, പക്ഷെ താഴെ തട്ടിൽ അതില്ല. CPM പ്രവർത്തകരിൽ അത് വലിയ നിരാശാബോധമുണ്ടായി. ശോഭാ സുരേന്ദ്രൻ കൂടുതൽ വോട്ട് പിടിക്കുമെന്ന് അന്ന് പലരും പറഞ്ഞിരുന്നതാണ്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പട്ടിക പിന്നാക്ക വിഭാഗങ്ങൾ NDA പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യങ്ങളൊന്നും UDF LDFും പരിഗണിച്ചുമില്ല. സുരേഷ് ഗോപി ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം. എന്നാൽ വലിയ മല്ലന്മാരെ അദ്ദേഹം അടിച്ച് താഴെയിട്ടു. പക്ഷെ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം കിട്ടുമെന്ന് അവകാശപ്പെട്ട BJPക്ക് അതുണ്ടായില്ല. എന്തുകൊണ്ട് പരാജയപ്പെട്ടെന്ന് ഓരോ പാർട്ടിയും ചിന്തിക്കണം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാൻ BJP ശ്രമിക്കും എന്നാണ് വെള്ളാപ്പള്ളി തന്നെ പറയുന്നത്. വെള്ളാപ്പള്ളി അത് സമ്മതിക്കുകയും ചെയ്യുന്നു.